പരമ്പരയിൽ പുതിയ വെളിപ്പെടുത്തൽ. ഭൂമി തട്ടിയെടുക്കാനായി മലയാളിയെ കൊലപ്പെടുത്തി. ഭൂമി തട്ടിയെടുക്കാൻ പിതാവ് KJ ജോയിയെ ഒരു സംഘം കൊലപ്പെടുത്തിയെന്ന് മകൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഭീഷണിയെ തുടർന്ന് കുടുംബത്തിന് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നെന്നും മകൻ വെളിപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ്. ഞാനിപ്പോഴുള്ളത് കർണാടക ധർമ്മസ്ഥലയിലാണ്. ഭൂമിക്ക് വേണ്ടി ഒരു മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തുക, അതിനുശേഷം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 20 ഏക്കറോളം സ്ഥലം കരസ്ഥമാക്കുക. ഒരു മലയാളി അയാളുടെ ദുരനുഭവം കേരള വിഷൻ ന്യൂസിലൂടെ പുറത്തറിയിക്കുകയാണ്. എന്നോടൊപ്പം അതിക്രൂരമായി കൊല്ലപ്പെട്ട KJ ജോയിയുടെ മകൻ അനീഷൊപ്പം ചേരുന്നു. അനീഷ്, ഈ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ധർമ്മസ്ഥലയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തത്. എന്താണ് സത്യത്തിൽ അന്ന് സംഭവിച്ചത്? ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും എല്ലാം ധർമ്മസ്ഥലത്ത് തന്നെയാണ്. എൻ്റെ വല്യപ്പനൊക്കെ ആയിട്ട് ഒരു 50 വർഷത്തിന് മുമ്പ് ധർമ്മസ്ഥലത്ത് കുടികേറി പാർത്ത ആൾക്കാരാണ്. സ്ഥലം ഒരു 50 ഏക്കറിന്റെ മുകളിൽ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ മുകളിലാണ് ഈ ധർമ്മസ്ഥലത്തിന്റെ വീരേന്ദ്ര എന്ന് പറഞ്ഞ ആൾക്ക് അതിൽ കണ്ണ് വീഴുന്നത്. ഞങ്ങളുടെ സ്ഥലത്തിന്റെ മുകളിൽ സ്ഥലം വേണം എന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റാണ് ഞങ്ങളുടെ അതേ സ്ഥലത്ത് ഒരു കന്നാലി ഒരു പശു ഇടിവെട്ടി ചാകുന്നു. ആ പശുവിനെ എൻ്റെ വല്യപ്പൻ കൊന്നതെന്നും പറഞ്ഞ് എൻ്റെ വല്യപ്പനെ ധർമ്മസ്ഥലത്തിൽ അന്ന് സ്റ്റേഷനില്ല, അവിടെ ധർമ്മസ്ഥലത്ത് വീടെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് എൻ്റെ വല്യപ്പനെ രാത്രി നേരം വെളുക്കുന്നതിനും വരെ അവിടെ കൊണ്ടുപോയിട്ട് അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തിട്ടാണ്. എന്നിട്ടും ഉപദ്രവിച്ചിട്ടും ഇവർ പശുവിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. ഇവർ പറയുന്നത് സ്ഥലം ഞങ്ങൾക്കിതാ. അന്നേരം എൻ്റെ വല്യപ്പൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊന്നാലും സ്ഥലം ഞാൻ തരിക. ഇവർ ടോർച്ചർ ചെയ്ത് ലാസ്റ്റ് എൻ്റെ പപ്പായ്ക്ക് കല്ലേരിയിൽ ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹോട്ടലുണ്ടായിരുന്ന സമയത്ത് ഹോട്ടൽ ഗോലി സോഡ എന്ന് പറഞ്ഞ സോഡ ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവിടെ ഒരു സുഭാഷ് എന്നും പറഞ്ഞ് ഒരാൾ, ഈ ധർമ്മസ്ഥലത്തിന്റെ മൊത്തം ലാൻഡ് ലിങ്ക്സും കാര്യങ്ങളെല്ലാം നടത്തുന്ന ആളാണ് ഈ സുഭാഷ്. ഈ സുഭാഷ് അവിടെ വരുന്നു, എൻ്റെ പപ്പയുടെ അടുത്ത് വരുന്നു, നിങ്ങളുടെ സ്ഥലം വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ പപ്പ വീട്ടിൽ വന്നിട്ട് എൻ്റെ വല്യപ്പൻ്റെ അടുത്തും എൻ്റെ പപ്പയുടെ ചേട്ടനന്യന്മാരുടെ അടുത്തെല്ലാം സംസാരിച്ച്, അപ്പൊ എന്നാ പിന്നെ ഏതൊക്കെയാലും ഇവരുടെ ടോർച്ചറാ സംഭവം, എന്നാ പിന്നെ കൊടുത്തേക്കാന്ന് എല്ലാം തീരുമാനിച്ച് 21 ലക്ഷത്തിന് കച്ചവടം പറയുന്നു. ലാസ്റ്റ് അവർ ആ 21 ലക്ഷം എന്നുള്ളത് അത് പിന്നെയും വെട്ടി കുറച്ച് 18 ലക്ഷമാക്കി. ഈ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ 20 വർഷമായത്തേനും മൊത്തത്തിൽ എല്ലാവരുടെയും പേരിലായി. 4 പേരുടെ പേരിൽ ഈ സ്ഥലത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് ആയി മാറി. പപ്പയുടെ ചേട്ടനന്യന്മാരുടെ എൻ്റെ വല്യമ്മയുടെയും പേരിൽ. അന്നേരം പിന്നെയും വിളി വന്നു, ഈ സുഭാഷ് എന്ന് പറഞ്ഞ ആള്, സ്ഥലം മൊത്തം നിങ്ങളുടെ പേരിലായിട്ടുണ്ട്, ബാക്കി കിടന്ന സ്ഥലം അതും വന്ന് എഴുതി തരണം. അതായത് നിങ്ങൾ ഈ 18 ലക്ഷത്തിന് കൊടുത്തൊഴിവാക്കേണ്ടി വന്നു. ബാക്കി സ്ഥലം, അതായത് 50 ഏക്കർ സ്ഥലത്തിന്റെ ബാക്കി സ്ഥലത്തിന്റെ കാര്യം എന്തായിരുന്നു? ബാക്കി സ്ഥലത്തിന് അത് തന്നെയാണ് 20 വർഷമായതിന് അത് ഓട്ടോമാറ്റിക്കലി ഡോക്യുമെന്റ്സ് ആയി. എന്റെ പപ്പയുടെ ചേട്ടനിയന്മാരുടെ പേരിൽ ഡോക്യുമെന്റ്സ് ആയി. ഓട്ടോമാറ്റിക് അത് ഗവൺമെന്റിൽ നിന്ന് ആയി വരും. അത് എല്ലാം ആയി വന്നു. ഇവരറിഞ്ഞു കഴിഞ്ഞപ്പം ബാക്കിയുള്ള സ്ഥലം കൂടെ എഴുതി തരണം. അപ്പം എന്തൊക്കെയോ എൻ്റെ പപ്പ പറഞ്ഞില്ല, അത് പറ്റിയല്ല, അത് നമ്മൾ എഴുതി തരികയല്ല അതും പറഞ്ഞു. അത് ഫോണിൽ കൂടെയാണ് ഈ സുഭാഷ് കോൺടാക്ട് ചെയ്യുന്നത് എൻ്റെ പപ്പയെ. പപ്പ ഇല്ല, പറ്റിയാലെന്നോ, സ്ഥലം ഏതൊക്കെയാലും ഇവർ തരികയല്ല. എന്നാൽ പിന്നെ ഡോക്യുമെന്റ്സും പേപ്പറുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുള്ള, അപ്പോൾ ആ സ്ഥലത്തിന് ലോൺ എടുത്തേക്കാമെന്നും പറഞ്ഞ് ഇതേ ധർമ്മസ്ഥലത്തിന് അടുത്തുള്ള ഒരു ബാങ്കിൽ പോയി ലോണിന് സംസാരിക്കുന്നു. ഈ ലോണിൽ സംസാരിക്കുമ്പോൾ അതേ ബാങ്കിലുണ്ടായിരുന്ന സ്റ്റാഫ് അതേ ധർമ്മസ്ഥലത്തുള്ള ആൾക്കാരാണ്. അവരാണ് ഡയറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇതേ സുഭാഷിന് തന്നെ. അവസാനം ഈ 2018 എന്താണ് സത്യത്തിൽ കുടുംബത്തിന് സംഭവിച്ചത്? അതിനുശേഷം നിങ്ങൾ നേരിടേണ്ടി വന്ന ദുരന്തം എന്തൊക്കെയാണ്? ഈ സുഭാഷ് പിന്നെ കോൺടാക്ട് ചെയ്യുന്നു, അത് ലോണിന് വേണ്ടിയിട്ട് പോകുന്നു. ലോണിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെയാണ് ഈ കഥ മൊത്തം മറിയുന്നത്. അവിടുന്ന് ലോണിന്റെ കാര്യം സംസാരിച്ചു എന്ന് ഇവരറിയുന്നു, ഈ സുഭാഷ് അറിയുന്നു. അപ്പം പിന്നെ വിളി വരുന്നു എൻ്റെ പപ്പയ്ക്ക്, മര്യാദയ്ക്ക് ഒന്ന് എഴുതി തന്നോണം, നിങ്ങൾ ലോൺ എടുക്കാൻ പോയി ഞാൻ അറിഞ്ഞു, മര്യാദയ്ക്ക് ഒന്ന് എഴുതി തരണം, ഇല്ലെങ്കിൽ വിടുകയില്ലാന്ന് തന്നെ ഒരു വാശി വന്നു അവർക്ക്. അപ്പം ഈ കാര്യം എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സുഭാഷ് എന്ന് പറഞ്ഞ ആള് വിളിക്കുന്നുണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പപ്പ ബെൽമൺ മുൻകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയുർവേദ ചികിത്സയായിട്ട് പോകുന്നത്. അത് ഒരു തളർവാദ രോഗിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടി ഓയിൽ മസാജും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു ടെമ്പോ, നീല പടുത കെട്ടിയ ഒരു ടെമ്പോ വന്ന് എൻ്റെ പപ്പയെ ഇടിക്കുന്നു. എൻ്റെ പപ്പ സ്പോട്ടിൽ മരിക്കുന്നു. അതേ സ്പോട്ടിൽ തന്നെ ഒരു പെൺകുട്ടി കണ്ടതാണ്. ഇത് ഏത് വണ്ടിയാണ് ഇടിച്ചതെന്ന് വരെ ആ പെൺകുട്ടി പറഞ്ഞതാണ്. ആ പെൺകുട്ടിയുടെ സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ ബെളുവായി ജംഗ്ഷനിൽ CC ക്യാമറയ്ക്കകത്ത് എൻ്റെ പപ്പയുടെ വണ്ടി ബൈക്ക് പാസ്സാകുന്നു. ചുമല കളറ് ഹോണ്ട ഷൈൻ ബൈക്ക് പാസ്സാകുന്നു. അതിന്റെ പുറകെ ആ ടൈമിങ്സ് വെച്ച് നോക്കുമ്പോൾ ആ പുറകിൽ നീല പടുത കിട്ടിയ വണ്ടി വരുന്നു.
ഇതെല്ലാം CC ക്യാമറയ്ക്കകത്ത് പതിഞ്ഞതാണ്. CC ക്യാമറയ്ക്കകത്ത് റെക്കോർഡ് ഉണ്ടായിരുന്നു. വരുന്നു, അത് കൃത്യമായിട്ടും പോലീസുകാർക്കും മൂടുപത്തിരി സ്റ്റേഷനിലെ എല്ലാ പോലീസുകാർക്കും എല്ലാ അവിടെ ഉണ്ടായിരുന്ന SIക്ക് CIക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമായിരുന്നു. ഈ വണ്ടി 2 ദിവസം കൊണ്ടുപോയി, ഈ പപ്പായ ഇടിച്ച വണ്ടി 2 ദിവസം സ്റ്റേഷനിൽ കൊണ്ടുപോയി വെച്ചു ഇവര്. എന്നിട്ടാണ് ഇവർ വണ്ടി വിട്ട് അവിടുന്ന് തിരിച്ച് വിട്ടയക്കുന്നത്. അതിനുശേഷം കേസ് അന്വേഷണം എന്തായി? പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്? പോലീസ് അവിടുന്ന് SI എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, ഇത് നിന്റെ പപ്പായ ഇടിച്ചത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ വണ്ടിയാണ്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. ലാസ്റ്റ് എൻ്റെ അടുത്ത് SI എൻ്റെ അടുത്ത് ഒരു വാക്ക് പറയുന്നുണ്ട്, നീ ഈ മാറ്റർ ഇവിടെ തന്നെ വിട്ടേര്, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല, നീ ഉദ്ദേശിക്കുന്നിടത്തൊന്നും ഈ കാര്യങ്ങൾ നിൽക്കുകയല്ല, ഇനി നീ ഇതുമായിട്ട് മുമ്പോട്ട് പോയാൽ നിന്റെ ജീവന് വരെ ഭീഷണിയുണ്ട്. ഇത് ഇത്ര എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞ കാര്യമാണ്. എന്നിട്ടാണ് ഇവര് ഹിറ്റ് ആൻഡ് റൺ അൺനോൺ വെഹിക്കിൾ എന്നും പറഞ്ഞ് കേസ് ഫയൽ ഇവർ ക്ലോസ് ചെയ്യും. വലിയ തോതിൽ ധർമ്മസ്ഥല കൊലപാതക പരമ്പര ചർച്ചയായതിനു പിന്നാലെയാണ് ഈ കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നിയമ നടപടികളുമായി ഇവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഇവരുടെ കയ്യിലുണ്ട്. ഒരു മനുഷ്യായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇത്തരത്തിൽ ഒരു പ്രബല കുടുംബം കരസ്ഥമാക്കിയിട്ടുള്ളതെന്നാണ് ഇവരുടെ ആരോപണം. എന്തായാലും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അനീഷും കുടുംബവും. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, ധർമ്മസ്ഥല.